പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി മഹനീയം വോയിസ് ഓഫ് നേഷൻസിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്വാഗതം. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ ചെയ്യാൻ കാരണം പല സഹോദരങ്ങളും പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഈ വിഷയം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിൻ്റെ മേലുള്ള ദൈവഹിതം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം എങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നുള്ളതിൻ്റെ 2-3 കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാം. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് നമ്മളുടെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് നമ്മളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. നമ്മളുടെ ജഡത്തിൻ്റെ കണ്ണുകൾ ഈ ലോകത്തെ വീക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളുടെ ആത്മാവിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വർഗത്തെ ദർശിക്കുവാൻ കഴിയത്തുള്ളൂ, സ്വർഗീയ ദർശനങ്ങളെ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ, ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ആ വചനം നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വിശുദ്ധന്മാരിലുള്ള നമ്മളുടെ അവകാശത്തിൻ്റെ ധനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ വല്ലഭത്വത്തിൻ്റെ ആ ശക്തി, അളവറ്റ ശക്തി, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതിന് നമ്മളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്നാണ് പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയുവാനായിട്ടും ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് നമ്മളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയുവാൻ ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയൊക്കെയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ വചനത്തെ 2 ഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് ഹല്ലേലൂയ ശ്രദ്ധിച്ച് പഠിക്കാം. ഒന്നാമതായി ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവഹിതം തിരിച്ചറിയുവാൻ കഴിയത്തില്ല. കാരണം ലോകത്തോടുള്ള സ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വമാണെന്ന് ഹല്ലേലൂയ വചനം എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവഹിതവും തിരിച്ചറിയുവാൻ കഴിയത്തില്ല. കാരണം വചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ തന്നെ വെളിപ്പെടുത്തുന്നു. അപ്പം ദൈവത്തെ നമ്മൾ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വെളിപ്പെട്ട് വരികയുള്ളൂ. ദൈവം വെളിപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ നാം ലോകത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഇതേ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിനകത്ത് ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വളരെ കാപട്യം നിറഞ്ഞതാണ്. എല്ലാ അശുദ്ധിയും കുമിഞ്ഞു കൂടി കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ഹൃദയം. എല്ലാ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി എന്തെല്ലാം ഹല്ലേലൂയ ഉണ്ടോ അതെല്ലാം നമുക്കെതിരെ ശത്രുവിന് ആയുധം ഒരുക്കാമോ ആ ആയുധങ്ങളെല്ലാം കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു ആയുധപുരയാണ് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. പക, പിണക്കം, ജാരശങ്ക, കോപം, ക്രോധം എന്ന് വേണ്ട എല്ലാ ജഡത്തിൻ്റെ പ്രവൃത്തികളും കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരിടമാണ് ഹൃദയം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. യഥാർത്ഥമായി മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. പുറമേ ഉള്ള ഭക്തിയുടെ വേഷത്തിലല്ല കാര്യം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭക്തിയുടെ വേഷം ധരിച്ചു ശക്തിയെ ത്യജിക്കുന്നു. അപ്പോൾ പുറമേ ഉള്ള വേഷം കെട്ടിലല്ല കാര്യം. നമ്മുടെ അകം എങ്ങനെയാണെന്നാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അപ്പോൾ പുറമേ ഉള്ള വേഷം കെട്ടിനേക്കാൾ ഉപരിയായിട്ട്, ഭക്തിയുടെ വേഷം പുറമേ നാം ധരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധിയോടുകൂടി സൂക്ഷിച്ചാൽ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറ്റി
ദൈവഹിതപ്രകാരം നമ്മളുടെ ഹൃദയത്തെ ഒരുക്കി ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എഴുതിയേക്കാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മൾ ഹല്ലേലൂയ നമുക്ക് ദൈവഹിതം തിരിച്ചറിയാൻ കഴിയും. മൂന്നാമതായിട്ട് പറഞ്ഞു, നമ്മളുടെ ഹല്ലേലൂയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മളുടെ മാനസാന്തരം യഥാർത്ഥമാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ദൈവഹിതം നമ്മൾ തിരിച്ചറിയേണ്ടത്? കാരണം ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതിനകത്ത് നന്മയും പൂർണ്ണതയും ദൈവപ്രസാദമുണ്ട്. ദൈവഹിതത്തിനകത്ത് നന്മയുണ്ട്, പൂർണ്ണതയുണ്ട്, അതിന് മേലെ ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊരു സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോഴും, ഏതൊരു കാര്യത്തിനു വേണ്ടി നമ്മളൊരു തീരുമാനം എടുക്കുമ്പോഴും ആദ്യം നാം തിരിച്ചറിയണം ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നാം സ്റ്റെപ്പ് വെക്കാൻ. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ദൈവഹിതം അറിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ഹൃദയത്തെയും ഒരുക്കി കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. തീർച്ചയായിട്ടും കർത്താവ് അതിൻ്റെ മേലുള്ള ദൈവഹിതം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.